ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു AK ട്രാവൽ ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ആഴ്ച ആശംസിക്കുകയാണ്. അതോടൊപ്പം നല്ലൊരു തിങ്കളാഴ്ച ദിവസവും ആശംസിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഊരുട്ടമ്പലത്താണ്. ഊരുട്ടമ്പലത്ത് ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി. രാവിലെ തന്നെ ഒരു ട്രിപ്പ് കിട്ടി. യൂബറിലാണ് കിട്ടിയത്. അത് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇവിടെ ഊരുട്ടമ്പലമായിരുന്നു. നമ്മളിപ്പോൾ ഊരുട്ടമ്പലം ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇതുവഴി ലെഫ്റ്റ് കയറി നമുക്ക് നേരെ തമ്പാനൂര് ലക്ഷ്യമാക്കി പോകാം. ഇനി ഇവിടെ നിന്നാൽ ഇനി വേറെ ട്രിപ്പൊന്നും അടിക്കില്ല. ട്രിപ്പുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്തെങ്കിലും തെന്നിയും തെറിച്ചും കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് നേരെ തമ്പാനൂരിലോട്ട് പോവുകയാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡ്. എന്തൊക്കെയായാലും ഇന്നത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം. പിന്നെ അടുത്തിനി എവിടെന്നെങ്കിലും ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പ്രാവച്ചമ്പലം എത്താറായി. ഊരുട്ടമ്പലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മളിപ്പോൾ നേരെ പ്രാവച്ചമ്പലം റൂട്ടിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്, അരിക്കടമുക്ക്. അപ്പോൾ അരിക്കടമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹൈവേയിൽ മെയിൻ റോഡ് കയറും. പള്ളിച്ചൽ ജംഗ്ഷൻ കയറും. പള്ളിച്ചൽ ജംഗ്ഷൻ കയറിയിട്ട് നമുക്ക് നേരെ തമ്പാനൂരിലോട്ട് പോവാം. അപ്പോൾ ഇത്രയായിട്ടും ട്രിപ്പൊന്നും അടിച്ചില്ല. എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ ഈ ജംഗ്ഷനാണ് അരിക്കടമുക്ക്. ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോയാൽ മുക്കുന്നിമല എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ റെയിൽവേ പാലത്തിൻ്റെ ഒക്കെ പണി നടക്കുകയാണ്. പുതിയൊരു പാലം വരുന്നുണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മളെ നേമം റെയിൽവേ സ്റ്റേഷൻ. നമുക്കിന്ന് ഷൂട്ട് ചെയ്യാൻ ക്യാമറമാൻ ഇല്ല. ക്യാമറമാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേമം റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമായിരുന്നു. ക്യാമറാമാൻ വേറെ ഡ്യൂട്ടി ആയിട്ട് പോയിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡ് നോക്കിയാൽ കാണാം. അങ്ങനെ നമ്മൾ പള്ളിച്ചൽ ജംഗ്ഷനെത്തി. തിരുവനന്തപുരം റൈറ്റിലേക്ക് നേരിട്ടിങ്ങനെ ലെഫ്റ്റിലോട്ട്. ഇവിടെ പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സിഗ്നൽ ഇല്ല. മുൻപ് സിഗ്നൽ എല്ലാം ലൈവ് ആയിരുന്നു. ഇപ്പോൾ കുറേ നാളായി സിഗ്നൽസ് ഒന്നും വർക്കിംഗ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ നോക്കി പോയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ മെയിൻ റോഡ് കയറി. പിന്നെ നമുക്ക് നേരെ തമ്പാനൂർ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിങ്ങനെ ഇപ്പോൾ കിള്ളിപ്പാലം എത്തി. ബ്ലോക്കുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും നല്ല ബ്ലോക്കാണ്. സ്ലോ മൂവിങ് ട്രാഫിക്.
തമ്പാനൂരെത്തുമ്പോൾ അല്പം ലേറ്റാകും. ഏതാണ്ടൊരു 10:30 മണി കഴിഞ്ഞു. എന്നിരുന്നാലും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ടായിരിക്കണം. പിന്നെ മഴയല്ലേ, എല്ലാവരും ബൈക്കൊക്കെ വെച്ചിട്ട് കാറിലൊക്കെയാണ് കൂടുതലും ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെയും തിരക്ക് കാണും. എന്തായാലും അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ തമ്പാനൂര് ഫ്ലൈ ഓവറിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. നേരെ കോവളത്തോട്ടാണ്. ഇപ്പോൾ വഴുതക്കാടുന്ന് പിക്ക് ചെയ്തിട്ട് നേരെ കോവളം. അപ്പോൾ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാം. ഓതാ പോണം. കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കോവളം എത്തി. ഇവിടെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലായിരുന്നു ഡ്രോപ്പ്. അങ്ങനെ ഗസ്റ്റിനെ അവിടെ കൊണ്ടാക്കി. എന്നിട്ട് പതുക്കെ കഴിഞ്ഞ് കടൽ തീരം ഒക്കെ എങ്ങനെ ഉണ്ടോന്നൊന്ന് നോക്കാം. നല്ല മഴയൊക്കെ ആയിരുന്നു. ബീച്ചേ ഇല്ല, അത്രയ്ക്ക് ഇഞ്ഞ് കടൽ കയറി കിടക്കുകയാണ്. ഇറങ്ങി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. കുറച്ച് ഇറങ്ങി നിൽക്കാം, കുഴപ്പമില്ല. എന്നിരുന്നാലും അത്യാവശ്യം നല്ല തിരയുണ്ട്. അങ്ങനെ നമ്മളിപ്പം കോവളം കടൽ തീരത്തെത്തി. അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ആ കാണുന്നതാണ് ഹോട്ടൽ ലീല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. വലിയൊരു ടൂറിസ്റ്റ് ടീം വന്നിട്ടുണ്ട്. കൊല്ലം വണ്ടിയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ബീച്ചുണ്ട്. കുറച്ച് നേരമൊക്കെ ഇറങ്ങാം. പക്ഷേ ഇറങ്ങാൻ പാടില്ലെന്നാണ് ഇവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്കങ്ങ് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കോവളം ബീച്ചിൻ്റെ അവിടെ നിന്നപ്പോൾ തന്നെ അതിൻ്റെ അടുത്തുള്ള ഇപ്പോൾ ലീലയുടെ പുതിയ ബിൽഡിംഗ് ഉണ്ട് താഴെ ഒരെണ്ണം, ബീച്ചിൻ്റെ അടുത്തായിട്ട് തന്നെ. അപ്പോൾ അവിടെ നിന്നൊരു ട്രിപ്പ് കിട്ടി, പട്ടം. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു. അതിവിടെ ഒരു ഹോട്ടലാണ്, ഹോട്ടൽ റെഡ്ജസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ തണലത്ത് വണ്ടി ഒതുക്കി. പിന്നെ അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ 1 മണിക്കൂർ പട്ടം സൈഡിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിതാ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. SUTന്ന് എടുത്ത് കല്ലുമോട് ചാക്ക വരെ ആക്കാൻ. അപ്പോൾ ഇതാ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. ഇവിടെ
പട്ടത്ത് സിഗ്നൽ ബ്ലോക്കാണ്. സിഗ്നൽ ആയിട്ടുണ്ട്. ഇവിടെ ഫുൾ ബ്ലോക്കാണ്. ഒരു ബസ് കൊണ്ട് നിർത്തി അങ്ങനെ ലെഫ്റ്റിലോട്ട്, പട്ടത്തുനിന്ന് ലെഫ്റ്റിലോട്ട് കയറുന്നവർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. ബ്ലോക്ക് മാറി നമ്മളങ്ങനെ പട്ടം SUT-ക്കകത്ത് കയറി. ഇവിടെ റൈറ്റ് സൈഡെല്ലാം പാർക്കിംഗ് ആണ്. പക്ഷെ ഇവിടെ വരുന്ന പേഷ്യൻസിനും ഡോക്ടേഴ്സിനും മാത്രമേ ഉള്ളൂ. നമ്മൾ വെറുതെ വന്ന് ഇവിടെ കിടന്നാൽ അവർ വന്ന് നമ്മളെ വിരട്ടി വിടും. അങ്ങനെ നമ്മളിവിടെ ഹോസ്പിറ്റലിലെത്തി. നമ്മളെ ഗസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ പട്ടം SUT-ന്ന് പിക്ക് ചെയ്ത ഗസ്റ്റിനെ കുറച്ച് ചുറ്റി കറക്കിയൊക്കെയാണ് ഉണ്ടാക്കേണ്ടി വന്നത്. ഒരു റോഡിൽ കൂടി കയറിയപ്പോൾ ആ റോഡ് പണി ഓടയൊക്കെ കുഴിച്ച് അങ്ങനെ ആപ്പാടെ ബ്ലോക്ക്. പിന്നെ അത് കഴിഞ്ഞ് നിന്നപ്പോൾ അവർക്ക് ചെരുപ്പ് എന്തോ പൊട്ടിപ്പോയി. അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഒരു കടയിൽ കയറി അങ്ങനെ കുറച്ച് ഡിലേ ആയി. ഇതും യൂബർ തന്നെ അടിച്ചത് ട്രിപ്പ്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ചെരുപ്പൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നേരെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി. വീട് നമ്മളെ CNG പ്ലാന്റിൻ്റെ വെൺപാലവട്ടത്തുള്ള CNG പ്ലാന്റ് കഴിഞ്ഞിട്ട് കുറച്ചിട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞ് ചാക്കിലോട്ട് പോകുന്ന വഴിയാണ്. ചെറിയൊരു നാരോ റോഡാണ്. അങ്ങനെ അവിടെ കൊണ്ടാക്കി. അപ്പോൾ അവരിത് വെയിറ്റ് ചെയ്തതിനും റോഡ് കുറേ പോയി. പിന്നെ അവിടെ റോഡ് ബ്ലോക്കായി. പിന്നെ തിരിച്ച് വേറെ റോഡ് വന്നതിനെല്ലാം കൂടെ അവർ ചെറിയൊരു ടിപ്പൊക്കെ തന്നു. സന്തോഷം. അപ്പോൾ ആ പൈസക്ക് ചോറ് കഴിക്കാം. അപ്പോൾ ഇനി നമുക്ക് വെൺപാലവട്ടം എത്തി. നല്ല ഊണ് കിട്ടുന്ന കട ഉണ്ടോ നോക്കാം. നമുക്ക് ഊണ് കഴിക്കാം. ഊണ് കഴിച്ചിട്ട് ബാക്കി ട്രിപ്പിൻ്റെ കാര്യങ്ങളായിട്ട് വരാം. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 3:30 അവിടെ വെൺപാലവട്ടം എത്തി. ചോറൊക്കെ കഴിച്ച് 4:30 വരെ നോക്കി. വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. 1-2 മാച്ചിങ് ട്രിപ്പുകൾ വന്നു. അത് കിട്ടിയില്ല. അങ്ങനെ ഇപ്പോൾ പതുക്കെ കുമാരപുരം ഭാഗത്തോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ബ്ലോക്കും. ഇന്ന് വലിയ ട്രിപ്പ് ഇല്ല ഇന്ന് പൊതുവെ. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഡ്രൈ ഡേയ്സ്. അപ്പം ഇനി ഇവിടെ കുറച്ച് നേരം നോക്കാം. നോക്കിയിട്ട് ട്രിപ്പില്ലെങ്കിൽ അതൊക്കെ CNG അടിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി കുമാരപുരം ഭാഗത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുമാരപുരം എത്തി. ഒരു 10-15 മിനിറ്റ് നിന്നപ്പോൾ തന്നെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചു. മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ നിന്ന് ഇവിടെ കേശവാസപുരം ഡോക്ടർ പണിക്കേഴ്സ് ENT ഹെഡ് ആൻഡ് നെക്ക് സെൻറ്റർ, അവിടെയായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഇനി കേശവാസപുരം സൈഡ് എവിടെയെങ്കിലും ഒതുക്കി ഇടാം. ഇവിടെ എവിടെന്നെങ്കിലും ട്രിപ്പ് അടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ കേശവസ്വരം സൈഡിൽ അങ്ങനെ ഒതുക്കിയിട്ടു. ആ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒതുക്കിയത്. അപ്പോൾ കൊണ്ടാക്കിയ കൂട്ടത്തിലുള്ളൊരു പുള്ളി പറഞ്ഞു, കുറച്ച് വെയിറ്റ് ചെയ്യാവോ, തിരിച്ച് അങ്ങോട്ട് കുമാരപുരത്തോട്ട് കൊണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ കൊണ്ടാക്കാം, ഈ ഫെയർ എന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അവിടെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ അവരെ ഫാമിലി ആയിട്ടൊരു 4-5 പേരുണ്ടായിരുന്നു. അവരെല്ലാം കൊണ്ട് തിരിച്ച് കുമാരപുരത്ത് തന്നെ ഇറക്കി. അപ്പോൾ ഇനി പതുക്കെ അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ട്രിപ്പൊന്നും അടിക്കുന്നില്ല. എന്നാലിപ്പം കണ്ണമ്മൂല എത്തി. ഇവിടെ എവിടെയെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഈ പേട്ട സൈഡ് എവിടെയെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ട്രിപ്പൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ അങ്ങ് ബൈപ്പാസ് കയറി അങ്ങ് പോകാം. അപ്പോൾ അതാണ് പ്ലാനിങ്. എന്തായാലും നമുക്ക് നോക്കാം, ട്രിപ്പ് ഇനി അടിക്കുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഒരുപാട് വണ്ടികളുണ്ട്. ട്രിപ്പ് ഇന്ന് പൊതുവെ കുറവാണെന്നാണ് കുറച്ച് പേരെ വിളിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇന്നും ട്രിപ്പ് കുറവാണ്. ഈ ആഴ്ച എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ മാസം ലാസ്റ്റാണ് ഓണം. ഓണത്തിന് ട്രിപ്പുകൾ കാണുമോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും കഴിഞ്ഞ മാസം ദ്വീപ സ്ട്രൈക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമൊക്കെ ഇറങ്ങാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് പാറ്റൂര് സൈഡോ പേട്ട സൈഡോ ചാക്ക സൈഡോ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പൊന്നും കിട്ടിയില്ലെങ്കിൽ അതൊക്കെ അങ്ങ് വീട്ടിലോട്ട് പോവാം. പിന്നെ നല്ല മഴ വരുന്നുണ്ട്. നല്ല മഴ കറുത്ത് കയറി ആ സൈഡിൽ നിന്ന് നല്ല പോലെ വരുന്നുണ്ട്. ഇനി രാത്രി മിക്കവാറും മഴ കാണും. അതിനു മുമ്പ് വീടെത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും രാത്രി മഴയുണ്ട്, നല്ല പോലെ കറുത്ത് വരുന്നുണ്ട് മഴ. നമുക്ക് കുറച്ച് നേരം കൂടെ ഇവിടെ വേണമെങ്കിൽ ഒന്ന് നോക്കാം, ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് നോക്കാം. രണ്ട് കുട്ടികൾ ഇവിടെ ട്രാഫിക് ലൈറ്റിൻ്റെ അവിടെ ഗ്ലാസ് ക്ലീനിങ്ങിന് ഒക്കെ നിന്ന് പൈസ വാങ്ങിക്കുന്ന ടീമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്യണ്ട. അപ്പോൾ അതിലൊരു കുട്ടി നടന്ന് വന്നിട്ട് നോക്കിയപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കുക, എന്നെയും കൂടെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് നിന്ന് വീഡിയോയ്ക്ക് പോസ്റ്റൊക്കെ തന്നു. എന്നിട്ട് ടാറ്റയും പറഞ്ഞ് പോയി. ഞാൻ പറഞ്ഞു എൻ്റെ ക്ലാസ് ക്ലീൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചു.
അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അങ്ങനെ പേട്ടയിൽ നിന്നപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചു. അതിവിടെ നേരെ അമ്പലത്തറ സൈഡായിരുന്നു. അങ്ങനെ അവിടെ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ തിരുവല്ല എത്താറായി. അപ്പോൾ ഇതിലെ അങ്ങ് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം മഴ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. കറുത്ത് നല്ല ഇരുണ്ട് കൂടി. പിന്നെ മിക്കവാറും രാത്രി മഴ പെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇലക്ട്രിക് സൈക്കിളാണ്. ഒരു താക്കോല് വെച്ച് ഓൺ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, ചവിട്ടുക, പോവുക. അല്ലാത്തപ്പം വെറുതെ ഇരിക്കണം എന്ന് തോന്നുമ്പോൾ വെറുതെ ഇരിക്കുക, സൈക്കിളിൽ അതങ്ങ് പൊക്കോളും. എന്തായാലും ആ സെറ്റപ്പ് കൊള്ളാം. പക്ഷെ നല്ല വിലയുണ്ട് ആ സൈക്കിള്. ഇപ്പോൾ ഒരു അപ്പൂപ്പൻ ചവിട്ടിക്കൊണ്ട് പോകുന്ന കണ്ടു, സെയിം സൈക്കിൾ. അങ്ങനെ നമ്മൾ തിരുവല്ലം എത്തി. ഇനി ഇതിലെ നേരെ അങ്ങ് വീട്ടിലോട്ട് പോകും. CNG ഇന്ന് അടിക്കണോ നാളെ അടിക്കണോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം. മറ്റേയാണെങ്കിൽ അടിക്കാം. ATM ഒന്ന് കയറണം. ATM കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നും കമ്പാരിറ്റീവ്ലി ട്രിപ്പ് കുറവായിരുന്നു. യൂബർ പ്രതീക്ഷ പോലെ ഒന്നും ഓടാൻ പറ്റിയില്ല. റാപ്പിഡോയും കേരള സഫാരിയും ഒന്നും അടിക്കുന്നില്ല. പിന്നെ യൂബർ മാത്രമേ ഇടയ്ക്കും മറിക്കും അടിക്കുന്നുള്ളൂ. അതും കൂടുതൽ മാച്ചിങ് ആണ് ട്രിപ്പ് വരുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയൊന്നും ട്രിപ്പ് അടിച്ചാൽ പോരാ യൂബറിൽ, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നല്ല ട്രിപ്പ് കിട്ടണം. എങ്കിലേ നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ടാക്സി വണ്ടികൾ, പ്രത്യേകിച്ച് കാറ് എടുത്തിട്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്താണ് ഇങ്ങനെ ട്രിപ്പ് അടിക്കാത്തതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് വണ്ടികൾ ഉള്ളത് കൊണ്ടാണോ അതോ പൊതുവെ ട്രിവാൻഡ്രം സിറ്റിയിൽ ട്രിപ്പ് കുറവായത് കൊണ്ടാണോ ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ സ്ട്രൈക്കൊക്കെ തീർന്നപ്പോൾ പഴയ രീതിയിൽ തന്നെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ. സമരമായിരുന്നപ്പോൾ ഭയങ്കര റേറ്റായിരുന്നു. 5 കിലോമീറ്ററിന് പോകണമെങ്കിൽ പോലും 300-400 ഒക്കെ ആയിരുന്നു. ഇപ്പം 5 കിലോമീറ്റർ ഡ്രോപ്പും 3 കിലോമീറ്റർ പിക്കും, മൊത്തം 7-8 കിലോമീറ്റർ പോകാൻ 150 രൂപയൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെയും ചങ്കരൻ തെങ്ങി തന്നെ എന്ന് പറഞ്ഞ പോലെയായി യൂബർ. എന്തൊക്കെയായാലും ഇന്നൊരു ആപ്ലിക്കേഷനിൽ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് അവസ്ഥയെന്ന് നാളെ അറിയാം. എന്തായാലും ഇന്നത്തെ ഓട്ടം ഇവിടെ നിർത്തുന്നു. ബാക്കി ഓൺലൈൻ ഓഫ്ലൈൻ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഇവിടെ ATM ഉണ്ടല്ലോ. ATM ക്യൂ ആണോ കർത്താവേ? ക്യൂ നിൽക്കുന്നവരൊക്കെ പോട്ടെ, നമുക്ക് എന്നിട്ട് പതുക്കെ പോകാം. അല്ലതിപ്പോൾ എന്താ പറയുക. അപ്പം എന്തായാലും ഇന്നത്തെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.